നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് 6 മാസത്തിനടുത്തുണ്ട്. എന്നാൽ BJP നേതൃത്വം പല മണ്ഡലങ്ങളിലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരോട് ആ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനിറങ്ങാൻ ആവശ്യപ്പെടുക കൂടി ചെയ്തു. അങ്ങനെ BJPയുടെ പ്രമുഖരായ നേതാക്കളെല്ലാം അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ പ്രചരണം തുടങ്ങുകയാണ്, പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ, മുൻ സംസ്ഥാന അധ്യക്ഷനും BJPയുടെ പ്രമുഖ നേതാവുമായ കെ സുരേന്ദ്രൻ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ആദ്യം കോന്നിയിലും മഞ്ചേശ്വരത്തുമൊക്കെ സുരേന്ദ്രൻ്റെ പേര് കേട്ടെങ്കിലും തൃശ്ശൂർ മണ്ഡലത്തിൽ BJPക്ക് വലിയ സാധ്യതയുള്ള തൃശ്ശൂർ മണ്ഡലത്തിൽ ജനവിധി തേടാൻ പാർട്ടി കെ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെ പത്മജ വേണുഗോപാലിന് സീറ്റ് കൊടുക്കുമെന്നൊക്കെ ആദ്യം പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ തൃശ്ശൂർ പോലുള്ള മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ കെ സുരേന്ദ്രനെ പോലെ ഒരു സ്റ്റാർ നേതാവ് വേണമെന്ന് BJP നേതൃത്വം തീരുമാനിച്ചു. അങ്ങനെയാണ് തൃശ്ശൂരിൽ കെ സുരേന്ദ്രനോട് മത്സരിക്കാനായി പാർട്ടി നിർദ്ദേശം നൽകിയത്. തൃശ്ശൂരിൽ മത്സരിക്കുന്നതിൽ തനിക്ക് യാതൊരു കുഴപ്പമില്ലെന്നും താൻ അതിന് സന്നദ്ധനാണെന്നും കെ സുരേന്ദ്രൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗോവ ഗവർണറായിരുന്ന PS ശ്രീധരൻപിള്ള, അദ്ദേഹവും മുൻ സംസ്ഥാന പ്രസിഡന്റാണ് BJPയുടെ. ശ്രീധരൻപിള്ള തൻ്റെ നാടായ ചെങ്ങന്നൂരിൽ ജനവിധി തേടുമെന്നാണ് BJP നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ മിസോറാമിലും അതിനുശേഷം ഗോവയിലും ഏതാണ്ട് 4.5 വർഷത്തോളം ഗവർണറായിരുന്നയാളാണ് PS ശ്രീധരൻപിള്ള. ഗവർണറായിരുന്നു എന്ന് മാത്രമല്ല, ഗോവ ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നടപടികൾ പലരുടെയും പ്രശംസയ്ക്ക് പാത്രീഭവിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് PS ശ്രീധരൻപിള്ള ഇപ്പോൾ വീണ്ടും ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ എത്തുന്നത്. PS ശ്രീധരൻപിള്ളയുടെ നാടാണ് ചെങ്ങന്നൂർ. അദ്ദേഹം ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞത്. സാധാരണഗതിയിൽ ഗോവയിൽ നിന്ന് മാറിയാൽ മറ്റൊരു സംസ്ഥാനത്തെ ഗവർണർ ആകേണ്ടതാണ്. എന്നാൽ ഇനി ഗവർണർ പദവിയിലേക്ക് തനിക്ക് താല്പര്യമില്ലെന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ശ്രീധരൻപിള്ള നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ BJP നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. ചെങ്ങന്നൂർ BJPക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഇതിനു മുമ്പ് 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 48,000-ഓളം വോട്ടുകൾ ശ്രീധരൻപിള്ള അവിടെ പിടിക്കുകയും ചെയ്തു. അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീധരൻപിള്ള ചെങ്ങന്നൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു. അതിനുശേഷം ആണ് അദ്ദേഹം മിസോറാമിലും പിന്നീട് ഗോവയിലുമൊക്കെ ഗവർണറായി പോയത്. ഇനി മറ്റൊന്ന്, BJPക്ക് പ്രതീക്ഷയുള്ള മണ്ഡലം ആറന്മുളയാണ്. ആറന്മുളയിൽ സാക്ഷാൽ കുമ്മനം രാജശേഖരനെ തന്നെ മത്സര രംഗത്തിറക്കാനാണ് BJPയുടെ പരിപാടി. കുമ്മനത്തോട് ആറന്മുളയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കാൻ BJP നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം അത് ശിരസ വഹിക്കുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ഉറച്ച BJP മണ്ഡലമായ നേമത്ത് നിന്നാണ് കുമ്മനം ജനവിധി നേടിയത്. എന്നാൽ പെട്ടെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ അവതരിച്ചതോടെ അവിടെ കുമ്മനത്തിൻ്റെ സാധ്യതകൾ അസ്തമിക്കുകയായിരുന്നു. അവിടെ കുമ്മനം പരാജയപ്പെട്ടു. V ശിവൻകുട്ടി അവിടെ വിജയിച്ചു. എന്നാൽ ഇത്തവണ നേമം മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനായി BJP നീക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുമ്മനത്തോട് ഇത്തവണ ആറന്മുളയിൽ മത്സരിക്കാനാണ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. RSSൻ്റെ സജീവ പിന്തുണയുള്ള കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ നിന്നാൽ വിജയിക്കുമെന്ന വിശ്വാസമാണത്രേ എല്ലാവർക്കും ഉള്ളത്. രാജീവ് ചന്ദ്രശേഖർ നിയമം നേരത്തെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. V മുരളീധരനാകട്ടെ കഴക്കൂട്ടത്ത് ഇപ്പോഴേ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും തൃശ്ശൂരിലെ പുതുക്കാട് ശോഭാ സുരേന്ദ്രനും ഇപ്പോൾ പ്രചരണത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് അവർ അവിടെ നടത്തുന്നത്. അങ്ങനെ BJPയുടെ പ്രമുഖ നേതാക്കളെല്ലാം തങ്ങളുടെ മണ്ഡലത്തിൽ ഇപ്പോൾ പ്രചരണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഡിസംബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ മണ്ഡലങ്ങൾക്ക് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ഈ നേതാക്കൾ പ്രചരണത്തിന് പോകണമെന്നും BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് BJPയുടെ പ്രമുഖ നേതാക്കളെല്ലാം തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ BJP A ക്ലാസ് എന്ന് പേരിട്ടിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം
പ്രചരണത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു. അവർ ഇനി മുതൽ ഈ വരുന്ന 6 മാസം ഇനി അവർ ആ മണ്ഡലത്തിൻ്റെ ഭാഗമായി നിന്ന് പ്രചരണം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും CPM-നേക്കാളും കോൺഗ്രസിനേക്കാളും ഇടതിനേക്കാളും വലതിനേക്കാളും മുമ്പ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് BJP ഒരു പടി മുന്നേറിയിരിക്കുകയാണ്. BJPയുടെ പ്രമുഖ നേതാക്കളെല്ലാം അവരുടെ ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഇതാ കച്ചമുറുക്കി കഴിഞ്ഞു.